വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് പേപ്പാറ ഡാം. ഇവിടെ എത്തിയാൽ പേപ്പാറ ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. തിരുവനന്തപുരം നഗരത്തിൽ 13 ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. തലസ്ഥാന നഗരത്തിന്റെ നീരുറവ അതാണ് പേപ്പാറ ഡാം. വരും ദിവസങ്ങളിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തില്ലെങ്കിൽ ഡാം പൂർണ്ണമായി വറ്റും. തലസ്ഥാന നഗരിയിലേക്കുള്ള ജലവിതരണവും പൂർണ്ണമായി മുടങ്ങും. ഇനി അവശേഷിക്കുന്നത് 3 ആഴ്ചയിലേക്കുള്ള വെള്ളം മാത്രമാണ്. വേനൽ അതിരൂക്ഷമായി കത്തിക്കയറുകയും വേനൽ മഴ ശക്തമാകാതിരിക്കുകയും ചെയ്തതോടെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നത്. 107.05 മീറ്റർ സംഭരണശേഷിയുള്ള പേപ്പാറ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ 97-നും താഴെയാണ്. നിലവിലെ സ്ഥിതി അനുസരിച്ച് മെയ് 15 വരെയുള്ള വെള്ളം പേപ്പാറയിലുണ്ടെന്ന് അരുവിക്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം മനോജ് പറഞ്ഞു. വേനൽ മഴ ലഭിക്കാതെ 88 മീറ്ററോളം ജലനിരപ്പ് താഴ്ന്നാൽ അരുവിക്കരയിലേക്കുള്ള ജലവിതരണത്തിൽ താൽക്കാലികമായി തടസ്സമുണ്ടാകും. പ്രതിദിനം ഏകദേശം 343 മില്യൺ ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്ന അരുവിക്കരയിൽ നിന്നാണ് ജില്ലയിൽ കുടിവെള്ളക്ഷാമമുള്ള പല പ്രദേശങ്ങളിലേക്കും ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകുന്നത്. പേപ്പാറ അണക്കെട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ദിവസവും വെള്ളമെത്തിക്കുന്നത്. പേപ്പാറ ഡാമിന്റെ സംഭരണശേഷി 110 മീറ്ററിലേക്ക് ഉയർത്താവുന്നതാണ്. ജല അതോറിറ്റിയുടെ വർഷങ്ങളായുള്ള ഈ ആവശ്യം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്ര വേഗം പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. സമാന അവസ്ഥ 2017 ഉണ്ടായപ്പോൾ അന്ന് നെയ്യാറിൽ നിന്ന് തോട് വെട്ടിയാണ് വെള്ളം പേപ്പാറയിലേക്ക് എത്തിച്ചത്. അതുപോലുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാനാകൂ.